ദേവു, നീ അപ്പുറത്ത് പോകും. എനിക്ക് ഇവളോട് സംസാരിക്കാനുണ്ട്. പറഞ്ഞു ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് നല്ലത്, നിന്റെ ഗോപിക്ക് നല്ലത്, എനിക്കും നല്ലത്, എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ട്. ഉണ്ടേ, നീ കാരണം ഞാൻ മദ്യപിച്ചത്. ഇറങ്ങി പോകുന്നുണ്ട്. ഞാൻ പുറത്തു പോകണം അല്ലേ? എടീ, നിന്റെ ആദ്യത്തെ കാമുകൻ ആക്സിഡന്റ് മരിച്ചവരും നീ മറന്നിട്ടില്ലല്ലോ. അതെന്റെ വിധിയാണ്. വിധി? ആ വിധി നിന്റെ പുതിയ കാമുകൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ല. ആ പാവത്തിനെ വെറുതെ വിട്ടേക്കാൻ. എന്ന് വെച്ചാൽ നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ ഗോപി അന്ന് ആക്സിഡന്റ് മരിച്ച എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? ഇല്ല, നിനക്കറിയില്ല. ഞാൻ പറയാം, കേട്ടോളൂ. നിൽക്കണം. എങ്ങോട്ടാ ഒരു യാത്ര? അല്പം ദൂരയാത്രയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, വേറൊരാൾ കൂടെ ഉണ്ട്. എവിടെ? എത്തേണ്ടടുത്തെത്തും. എന്താ കാര്യം? അല്ല, അവളെയും കൂട്ടി ഇങ്ങനെ ഒളിച്ചോടുന്ന അപകടമാണെന്ന് പറയാനാ തന്നെയും കഥ ഞാൻ ഇവിടെ നിന്നത്. അതിന് സാറ് ബുദ്ധിമുട്ടണമെന്നില്ല. ആപത്ത് വരാൻ ഞാൻ നോക്കിക്കോളാം. ഞാൻ ആരാണെന്നറിയാമോ? എനിക്കറിയേണ്ട കാര്യമില്ല. എന്നാൽ എനിക്ക് അറിയിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ വിജയ വിവാഹം കഴിക്കാൻ പോകുന്നവനാ. നിനക്ക് ജീവനോടിരിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവളെ ഉപേക്ഷിച്ച് സ്ഥലം വിടുന്ന നല്ലത്. എന്ത് തീരുമാനിച്ചോ? ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാണ്. ആഗ്രഹിച്ചത് നേടാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ഞാൻ. അതുകൊണ്ട് നാളെ എന്റെ കൂടെ പുറപ്പെടാൻ തയ്യാറായാൽ അതാണ് നിനക്ക് നല്ലത്. ഈ സ്നേഹത്തിനോട് ചേട്ടാ, ഞാനൊരു ദുർസ്വപ്നം കണ്ടു. ചേട്ടനെ ആ ശശി കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ട്. പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല ചേട്ടാ. ശശി എന്നെ കൊല്ലുക? അത് അങ്ങനെയുള്ളവരുടെ സ്വപ്നത്തിലേ നടക്കും. ഞാൻ പോട്ടെ ചേട്ടാ. ഞാൻ ഈ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ചേട്ടൻ പറയുന്നത് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ അവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല. നമ്മുടെ വിവാഹത്തിന് ശേഷം
എന്റെ ജീവിതം മുഴുവനും ചേട്ടനുള്ളതല്ലേ? വിവാഹം ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഇല്ല, ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ഒരു സ്ത്രീ എന്നെ വഞ്ചിച്ച് അവളോടും അവളുടെ വർഗത്തോടും എന്നെ അപമാനിച്ച അവളുടെ ചേട്ടനോടും നിന്റെ അച്ഛനോടും എല്ലാവരോടും എനിക്ക് നിങ്ങളോട് പകരം കിട്ടുന്നു. ചേട്ടനത് പരീക്ഷിക്കാമോ? ഇല്ല, പരിഹസിക്കാമോ? അല്ല. ഇതിനായിരുന്നു എന്നെ സ്നേഹിച്ചിരുന്നത്. സ്നേഹം അഭിനയിച്ചിരുന്നെന്ന് പറയൂ. ചേട്ടൻ ധൈര്യപ്പെടണ്ട, ഞാൻ എതിർക്കുന്നില്ല. ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ചേട്ടനെ വഞ്ചിച്ച സ്ത്രീയോടുള്ള പക തീർക്കുന്നത് ചേട്ടനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മറ്റൊരു സ്ത്രീയുടെ തന്നെ ജീവിതം നശിപ്പിച്ചിട്ടാണ്. എന്നെ നശിപ്പിച്ചോളൂ ചേട്ടാ. എന്നിട്ട് ശശിയുടെയും എന്റെ അച്ഛന്റെയും മുമ്പിലേക്ക് എന്റെ ശവം വലിച്ചെറിയൂ. സ്നേഹിച്ച ഒരു പുരുഷന് വേണ്ടി ജീവിതം അവസാനിപ്പിച്ചു എന്ന സംതൃപ്തിയെങ്കിലും എനിക്ക് കിട്ടട്ടെ ചേട്ടാ. ഇതാ എന്റെ ചേട്ടൻ ഭീരുവാകരുത്. ചേട്ടൻ അവരോടെല്ലാം പ്രതികാരം ചെയ്യണ്ടേ? എന്നെ വഞ്ചിച്ച ചേട്ടനോട് എനിക്ക് ചെയ്യാനുള്ള പ്രതികാരം ഇതാണ്. വരൂ ചേട്ടാ. ഇല്ല, ഞാൻ പോവില്ല. പറഞ്ഞത് എന്ത് പറ്റി? എന്ത് പറ്റി പറയൂ ചേച്ചി. എന്നോടൊന്നും ചോദിക്കരുത് ദേവു, എന്നോടൊന്നും ചോദിക്കരുത് ചേച്ചി. മോളെ, അച്ഛൻ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. അത് നടക്കില്ല അച്ഛ. എന്തുകൊണ്ട്? ഗോപിച്ചേട്ടൻ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എന്ത്? നിങ്ങളോട് എല്ലാവരോടും പ്രതികാരം ചെയ്യാൻ വേണ്ടിയായിരുന്നു അയാൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചത്. ദേവു എവിടെ പോകുന്നു? ഗോപിച്ചേട്ടനെ കാണാൻ. എന്തിന്? ഈ ചെയ്ത ന്യായമാണോ ചോദിക്കാൻ. ദേവു എനിക്ക് വേണ്ടി ഗോപിച്ചേട്ടനെ കാണണ്ട, സംസാരിക്കണ്ട. ചേച്ചി ഒന്നും പറയണ്ട. ഗോപിച്ചേട്ടനോട് 2 വാക്ക് ചോദിക്കാതെ എനിക്ക് ഉറക്കം വരില്ല. ദേവു, മോളെ, ദേവുവിനെ കണ്ടില്ലല്ലോ. ഇല്ല, ഇന്ന് രാവിലെ ചെയ്യേണ്ട ഒരു ജോലി അവള് ചെയ്തിട്ടില്ല. എനിക്കൊരു കപ്പ് കാപ്പി പോലും അവള് കയറി തന്നില്ല. കിടന്നുറങ്ങണ്ടാവും. അവളൊന്ന് പോയി നോക്ക്. മുറിയിലില്ല. പിന്നെ എവിടെ പോയി? അല്ല, നീ ഇതുവരെ ഇതൊന്നും എടുത്ത് കഴിച്ചില്ലേ? എടാ, നിന്നോടാ
എന്നെ ഉപദ്രവിക്കരുത്. ഇത് നല്ല കൂത്ത്. നിനക്കെന്ത് പറ്റി? എനിക്ക് ഭ്രാന്ത്. ഗോപി, എവിടെ ദേവു? ദേവു എവിടെയാണ്? അതെന്നോട് ചോദിക്കുന്നു. അവളെ കണ്ടവരോട് വേണമല്ലോ ചോദിക്കാൻ. അവളെ ഞാൻ കണ്ടത്. ദേവുവിന് എന്ത് പറ്റി മോളെ? അവൾ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ഗോപിച്ചേട്ടനെ കാണാനാണെന്നും പറഞ്ഞ് ഇന്നലെ രാത്രി കളപ്പുരയിലേക്ക് പോയതാ. പിന്നെ തിരിച്ചു വന്നില്ല. എന്ത്? ദേവു രാത്രി എന്നെ അന്വേഷിച്ച് കളപ്പുര വന്നു. അതെ, നിങ്ങൾ അന്വേഷിച്ചു തന്നെ. ഇന്നലെ രാത്രി ഗോപി കളപ്പുര പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവിടെ നിൽക്കടാ. ഇന്നലെ രാത്രി നീ അല്ലേ കളപ്പുര കിടന്ന്? അതെ. അവിടെ ദേവ് വന്നിരുന്നു? ഇല്ല, എനിക്കറിയില്ല. എന്റെ മുഖത്ത് നോക്കി പറ. സത്യമാണ് ചേട്ടാ, എനിക്കറിയില്ല. അയ്യോ, മോനെ. നീ എന്തിനാണ് അതിനെ ദ്രോഹിക്കുന്നത്? അറിയില്ലേ? എനിക്കറിയില്ല. നിന്നെ കൊണ്ട് പറയിക്കും. ഞാൻ പറയാം. എങ്കിൽ പറയാ. ഇന്നലെ രാത്രി അവൾ തനിച്ച് കളപ്പുരയിലേക്ക് വന്നു. ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടാ, നന്നായിട്ടുണ്ട് ഗോപിച്ചേട്ടാ. ചേട്ടൻ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. ചേട്ടൻ ഇത്ര ദുഷ്ടനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ആ വിജയ ചേച്ചിയുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നിങ്ങൾ ഒരു മനുഷ്യനല്ല. ആരോടെങ്കിലും പക വീട്ടുന്നതിന് പാവപ്പെട്ട എന്റെ വിജയ ചേച്ചിയെ വഞ്ചിച്ചിട്ട് വേണമായിരുന്നു. ചേട്ടാ, ഞാൻ യാചിക്കുകയാണ് ചേട്ടാ. ചേട്ടൻ അവരെ കല്യാണം കഴിക്കണം. ഞാൻ ചേട്ടന്റെ രഘു ആയിരുന്നു. അതെ, ഗോപിച്ചേട്ടനാണെന്ന് കരുതി പറഞ്ഞു പോയതാണ്. മനസ്സിലായി. ഗോപിച്ചേട്ടൻ വീട്ടിലുണ്ട്. ചേട്ടൻ എന്തോ നല്ല സുഖമില്ലെന്ന്. അതുകൊണ്ട് കാവലിൽ ഇന്ന് ഞാൻ വന്ന് കിടന്നു. നിൽക്കൂ. നിനക്ക് എന്താണ് എന്നോടൊരു വെറുപ്പ്? എനിക്ക് ആരോടും വെറുപ്പില്ല. എങ്കിലൂടെ ഒന്നിരിക്കൂ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. എനിക്ക് ധൃതിയുണ്ട്. ദേവു, നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? ഇല്ല. എന്തുകൊണ്ട്? അതെല്ലാം ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പോട്ടെ. നിനക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പറയൂ, എന്തുകൊണ്ട് കഴിയില്ല? ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പറയില്ല. എന്നെ വിടൂ, എന്നെ വിടൂ. പറഞ്ഞിട്ട് പോകൂ. നീ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? പറയൂ. പറയാം. എന്നെ വിടൂ, ഞാൻ പറയാം. എങ്കിൽ പറയൂ. ഞാനൊരു ആളിനെ മാത്രമേ എന്റെ മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്നുള്ളൂ. അത് ഗോപിച്ചേട്ടനെയായിരുന്നു. ആദ്യമായി അത് തുറന്നു പറയാമെന്ന് ഭാവിച്ചപ്പോഴാണ് ഗോപിച്ചേട്ടനും രാഗിണി കുഞ്ഞും ബന്ധത്തിലാണെന്ന് അറിഞ്ഞത്. ആ ബന്ധം തകർന്നപ്പോ ഗോപിച്ചേട്ടൻ സ്ത്രീകളെ എല്ലാം വെറുത്തു. ചേട്ടന്റെ മനസ്സ് മാറുമ്പോ പറയാമെന്ന് കരുതി ഞാൻ വീണ്ടും കാത്തിരുന്നു. അപ്പോഴാണ് വിജയ ചേച്ചി ഗോപിച്ചേട്ടൻ ഒരു ജീവിതം കണ്ടെത്തിയത്. ഞാൻ കാരണം അവരുടെ ജീവിതം നശിക്കരുതെന്ന് കരുതി അപ്പോഴും ഞാൻ പിന്മാറി.